ഇന്ന് വേണ്ട, നാളെ ചെയ്യാം, ഇനിയും ഒരുപാട് സമയമുണ്ടല്ലോ. ഈ ധാരണയും വെച്ച് നിങ്ങളുടെ എത്ര ജോലികൾ നിങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നു? ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ആ നാളെ എപ്പോഴെങ്കിലും നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല. നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആ നിമിഷം ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുക തന്നെ വേണം. നിങ്ങളുടേതായ വഴികളിലൂടെ സഞ്ചരിക്കാൻ നിങ്ങൾ തയ്യാറായില്ല എങ്കിൽ ജീവിതം നിങ്ങൾക്ക് മുന്നിൽ വഴികൾ തുറന്നു തരും. ആ വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ പിന്നീട് ഒരിക്കലും ദുഃഖിച്ചിട്ട് കാര്യമുണ്ടാകില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ നേടിയെടുത്താലും ഇല്ലെങ്കിലും ശരി, ഈ ലോകത്ത് അതൊന്നും ഒരാളെയും ബാധിക്കുന്ന വിഷയമേ അല്ല. അത് നിങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമാണ്. ഈ കാര്യം എപ്പോഴും ഓർമ്മ വയ്ക്കുക. എല്ലാ ദിവസവും ഫോണിൽ തോണ്ടി നിങ്ങളുടെ സമയത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇന്ന് പലർക്കും ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുപോലും അറിയാത്ത അവസ്ഥയാണ്. ശരിക്കും ഒരു റോബോട്ടിനെ പോലെ ജീവിതം ജീവിച്ചു തീർക്കുന്നു. അതിനു പകരം നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പ്രയത്നിക്കൂ. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങളെ തേടിയെത്തും. ശരി തന്നെയാണ്, ഇവിടെ ഒരുപാട് കാര്യങ്ങളെയും നിങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടതായി വരും. എന്നാൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സന്തോഷമുണ്ടല്ലോ, അതൊന്ന് വേറെ ലെവൽ തന്നെയായിരിക്കും. എപ്പോഴും നിങ്ങളുടെ സ്വപ്നങ്ങളെയാണ് തേടേണ്ടത്, അതാണ് നേടിയെടുക്കേണ്ടത്. ആ യാത്രയിൽ നിങ്ങൾ ഒരുപാട് തവണ വീണെന്നിരിക്കും. പക്ഷേ എണീറ്റ് വീണ്ടും ശക്തിയോടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ആസ്വദിച്ച് ജീവിക്കുക എന്നത് ശരിയാണ്, എന്നുവെച്ച് ജീവിതത്തെ നശിപ്പിക്കുക എന്നത് ശരിയല്ലല്ലോ. നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാതിരിക്കാനായി 1000 കാരണങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയും. നിങ്ങൾ കാരണങ്ങളെ തേടുകയല്ല വേണ്ടത്, മറിച്ച് നിങ്ങൾ ആ കാര്യം ചെയ്യുകയാണ് വേണ്ടത്. വിജയം നിങ്ങൾക്കരികിൽ എത്തണമെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കുക തന്നെ വേണം. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ കഠിനാധ്വാനം ചെയ്യുക. തീർച്ചയായും ഒരു നാൾ അത് നിങ്ങളിലേക്ക് വന്നു ചേരും.